പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ലക്കം സ്റ്റെതസ്കോപ്പിൽ റോബോട്ടിക് സർജറിയെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. നമുക്കറിയാം, ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ന്യൂ വേർഷനാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. മൂത്രാശയ സംബന്ധമായ സർജറികളിൽ റോബോട്ടിക് സർജറിയുടെ സാധ്യതകൾ എന്തെല്ലാം, ഏതെല്ലാം രീതിയിൽ അത് പ്രയോജനപ്പെടുത്താം എന്നെല്ലാമാണ് വിശദീകരിക്കുന്നത്. അതിനായി എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ഡോക്ടർ ബാലഗോപാലൻ നായർ സർ നമ്മോടൊപ്പമുണ്ട്. സർ, നമസ്കാരം. ഈ റോബോട്ടിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. പ്രത്യേകിച്ചും മൂത്രാശയ സംബന്ധമായ സർജറികളിൽ അത് എത്രത്തോളം നടപ്പാക്കാൻ പറ്റും എന്നുള്ളത്. എന്താണ് ഈ റോബോട്ടിക് സർജറി? അപ്പോൾ ഈ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്ന നൂതനമായിട്ടുള്ള നമ്മുടെ പുതിയ ഇന്നോവേഷനാണ്. നമ്മുടെ നല്ലതല്ല, ഇത് പുറത്തുനിന്ന് വന്നിരിക്കുന്നതാണ്. ഏകദേശം 20ഓളം വർഷത്തിലപ്പുറം ഉള്ള ഇതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഈ റോബോട്ടിക് സർജറി ഇപ്പോൾ കുതിച്ച് കയറി വരുന്നൊരു ഫീൽഡാണ്. പണ്ടെന്നല്ല ഇപ്പോഴും ഉള്ളതാണ് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ മിനിമൽ എക്സസ് സർജറിയാണ്. അതിൽ നമ്മുടെ ഈ ശിശിരദ്വാരങ്ങളിൽ കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയി ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് വലിയ മുറിവില്ലാണ്ട് സർജറി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ തന്നെ ഒരു പുതിയ വെർഷൻ ആണ് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. ഇതിലും നമ്മൾ ഇതേമാതിരി ചെറിയ ശിശിരദ്വാരങ്ങളിൽ കൂടെ പോയിട്ട് നമ്മൾ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ശസ്ത്രക്രിയയിൽ ഈ റോബോട്ടിക് സർജറിയുടെ ഇതിൽ അഡ്വാൻറ്റേജ് എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടിയും പ്രിസൈസാണ് ഇത്. ആൻഡ് പല രീതിയിൽ നമുക്ക് ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓർ ഡിഫിക്കൾട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഈ റോബോട്ടിക് സർജറി വഴി ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയറാണ്. കുറച്ചും കൂടി അത് പ്രിസൈസായിട്ട് ചെയ്യാൻ പറ്റും. റിസൾട്ട്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് ഇത് കാണുന്നത്. സാർ പറഞ്ഞതുപോലെ ഇപ്പം ലാപ്രോസ്കോപ്പിക് സർജറിയിനേക്കാളും കുറച്ചുകൂടെ പ്രിസൈസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്കുള്ളൊരു സംശയം, ഇത് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ റോബോട്ടാണോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോക്ടറാണോ എന്നുള്ളൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുണ്ട്. അതെങ്ങനെയാണ്? സർജൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ആ സർജൻ ഈ റോബോട്ടിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പം നമ്മൾ കാണുമ്പോൾ റോബോട്ട് നടന്നു പോകുന്നു, അതിൻ്റെ ഈ കൈയിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ സർജൻ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് ആ ശിശിരദ്വാരങ്ങളിൽ കൂടെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കടത്തി ആ ഇൻസ്ട്രുമെൻറ്റ്സിനെ സർജൻ തന്നെയാണ് കൺട്രോൾ ചെയ്തിട്ട് സർജൻ തന്നെയാണ് സർജറി ചെയ്യുന്നത്. റോബോട്ടിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കമ്പ്യൂട്ടർ രീതിയിലുള്ള കാര്യങ്ങളും അത് കുറച്ചും കൂടി അതിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മുടെ മാനുഷികമായിട്ട് മൂവ്മെൻറ്റ്സിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഇപ്പം സാധാരണ രീതിയിൽ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, അതിൽ ഏതൊക്കെ സർജറികളുടെ സാധ്യതകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ? നമ്മൾ ഈ മൂത്രാശയ സംബന്ധിച്ചിട്ട് രോഗങ്ങളെന്ന് പറയുമ്പോൾ അതിൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ക്യാൻസർ സർജറീസ്, അതിലാണ് ഇതിൻ്റെ ഏറ്റവും അധികം ഉപയോഗം വേൾഡ് ഓവർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ്. അപ്പോൾ ഈ ക്യാൻസർ സർജറീസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ളത് പ്രോസ്റ്റേറ്റിൻ്റെ സർജറിയാണ്. ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്ന ആണുങ്ങളുണ്ടാവുന്ന ഒരു ഗ്രന്ഥിയാണ്. സ്ത്രീകൾക്ക് യൂട്രസ് ഉണ്ടാവുന്നു, ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. മൂത്രസഞ്ചിയുടെ താഴെ ഇരിക്കുന്നത് നമ്മുടെ ഊരയെല്ലിൻ്റെ ആ ഭാഗത്താണ്, പെൽവിസ് എന്ന് പറയും. അതിൽ ആണ് ഈ പ്രോസ്റ്റേറ്റ് ഇരിക്കുന്നത്. അവിടെ സ്പേസ് വളരെ നാരോ സ്പേസാണ്. ആ നാരോ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ പണ്ട് ഓപ്പൺ സർജറി ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ അത് ലാപ്രോസ്കോപ്പിക്കായി. അപ്പോൾ ആ നാരോ സ്പേസിൽ നമ്മൾ ഇത് സർജറി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ആ സ്പേസ് കൺസ്ട്രെയിൻ. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഈ റോബോട്ടിക് സർജറിയാണ് കുതിച്ച് കയറി വന്നിരിക്കുന്നത്. വേൾഡ് ഓവർ ഇപ്പോൾ പ്രോസ്റ്റേറ്റിനുള്ള ഒരു മെയിൻ സർജറി റോബോട്ടിക് സർജറിയാണ്. പിന്നെ ഉണ്ടാവുന്ന വേറെയുള്ള ക്യാൻസർ സർജറീസ്, കിഡ്നി ക്യാൻസർ സർജറി. ആ കിഡ്നി ക്യാൻസർ സർജറിയിൽ നമ്മൾ ഉണ്ടാവുന്നത് പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറയും. ഒരു കിഡ്നിയിലൊരു ചെറിയ ട്യൂമറാണ്. ആ ട്യൂമറിൻ്റെ സൈസ് ചെറിയ ട്യൂമറാണ്. നമുക്ക് ആ ട്യൂമർ മാത്രം എടുക്കുക. കിഡ്നി എടുക്കുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ളൊരു ഓപ്പറേഷനാണ്. ട്യൂമർ മാത്രം എടുത്ത്, അതായത് കിഡ്നിയെ പ്രിസർവ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്.
അതിൽ നമ്മൾ ആ കിഡ്നി ട്യൂമർ കട്ട് ചെയ്തിട്ട് അതിന് കിഡ്നിയെ റിപ്പയർ ചെയ്യണം. അതിൽ നമുക്ക് ഈ റോബോട്ടിക് സർജറി, അതും ഈ ട്യൂമർ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ചില സമയത്ത് ഡിഫിക്കൽട്ട് ലൊക്കേഷനിലുണ്ടാവും. കിഡ്നിയുടെ മെയിൻ രക്തക്കുഴലുകൾ പോകുന്ന ഭാഗത്താവും ഈ ട്യൂമർ ഉണ്ടാവും. അപ്പോൾ ആ രക്തക്കുഴലിനെയും കിഡ്നിയെയും പ്രിസർവ് ചെയ്തിട്ട് നമുക്ക് ഈ ട്യൂമർ മാത്രം എടുക്കാൻ ഡെഫിനറ്റ്ലി ഈ റോബോട്ടിക് സർജറി വളരെ ഹെൽപ്ഫുള്ളാണ് ലാപ്രോസ്കോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതേമാതിരി ഓപ്പൺ സർജറിയെ കമ്പയർ ചെയ്യുമ്പോൾ ആ മുറിവിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായിട്ടുള്ള മോർബിഡിറ്റീസും ഡിഫിക്കൽട്ടീസും മറികടക്കാൻ ഈ റോബോട്ടിക് സർജറിയുടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ആ ഒരു 3D വിഷനാണ് നമുക്ക്. പിന്നെ മാഗ്നിഫിക്കേഷൻ, നമ്മൾ ഈ കണ്ണും കൊണ്ട് കാണുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി മാഗ്നിഫൈഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് ഈ ചെറിയ ചെറിയ ടിഷ്യൂസ് അതിൻ്റെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, ഇപ്പം നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യും, മാഗ്നിഫൈയിങ് ലൂപ്സ് യൂസ് ചെയ്യും. അതേമാതിരിയാണ് ഈ റോബോട്ടിക് സർജറിയിൽ മാഗ്നിഫിക്കേഷനും ഈ 3D വിഷനും പിന്നെ അതിൻ്റെ ഒപ്പം ഈ റോബോട്ടിക് ആംസിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ കൂടി നമുക്കൊരു കുറച്ചും കൂടി പ്രിസൈസ് ബെറ്റർ രീതിയിൽ സർജറി ചെയ്യാൻ പറ്റുന്ന റിസൾട്ട്സ് കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടുന്നത്. ഇത് സ്ത്രീകളിലും കുട്ടികളിലും എങ്ങനെയാണ്? കുട്ടികളിലൊക്കെ റോബോട്ടിക് സർജറി? അതെ, റോബോട്ടിക് സർജറി ഇപ്പോൾ ഈ കുട്ടികളിൽ സ്ത്രീകളിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ ഈ ഇതേമാതിരി മൂത്രാശയം സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. യൂറോളജി സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സ്ത്രീകളിൽ ഇപ്പോൾ റീകോൺസ്ട്രക്റ്റീവ്, ഇപ്പോൾ ഒരു യുറേറ്ററിൻ്റെ ഈ ഇഞ്ചറി ഉണ്ടാവുക, അതിൻ്റെ ഒരു ലീക്ക്, അതിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു VVF എന്ന് പറയും, വെസൈക്കോജനൽ ഫിസ്റ്റുല, അങ്ങനത്തെ കുറച്ച് അതായത് നമ്മുടെ ഈ മൂത്രത്തിൻ്റെ ലീക്കിൻ്റെ കാര്യങ്ങളുള്ളതിൽ നമുക്ക്, അതായത് ഇപ്പോൾ പോസ്റ്റ് ഒരു ഹിസ്റ്ററക്ടമി, ഒരു മൂത്രസഞ്ചിയും വെജൈനയായിട്ടുള്ള ഒരു കണക്ഷൻ VVF എന്ന് പറയും, അതിൻ്റെയൊക്കെ റിപ്പയറിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് സ്ത്രീകളിൽ ഈ കിഡ്നി സംബന്ധിച്ചിട്ടുള്ള ട്യൂമേഴ്സ് അല്ലെങ്കിൽ മൂത്രസഞ്ചി സംബന്ധിച്ചിട്ടുള്ള അഡ്വാൻസ് ട്യൂമേഴ്സിനെയും നീക്കം ചെയ്യാൻ റോബോട്ടിക് സർജറി. പിന്നെ ഇപ്പം നമ്മൾ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, അവർ ഈ സ്ത്രീകളിൽ ഈ യൂട്രസും ഓവരി അതിൻ്റെയൊക്കെ ട്യൂമേഴ്സിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ടിക് സർജറി ഉപയോഗിക്കുന്നതാണ്. കുട്ടികളിലെന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഈ റീകൺസ്ട്രക്റ്റീവ് സർജറി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്, യൂറോളജിയിൽ ഒരു ഇതുള്ളത് റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ്. ജന്മനാലുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവും. PUJ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും, കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ട്യൂബിൻ്റെ ബ്ലോക്ക്, അതിനെയൊക്കെ ഈ റോബോട്ടിക് സർജറി, നമ്മൾ ലാപ്രോസ്കോപ്പി രീതിയിലാണ് ചെയ്തിരുന്നത്, ഇപ്പോൾ റോബോട്ടിക് സർജറി രീതിയിലും നമുക്കത് ചെയ്യാവുന്നതാണ്. സാർ ഇപ്പം പറഞ്ഞു മറ്റ് സർജറിയേക്കാളും പ്രിസൈസ് ആണ്, റിസൾട്ട് ബെറ്റർ ആണെന്ന് പറഞ്ഞു. അതിനും കൂടുതൽ എന്താണ് കാര്യങ്ങൾ? സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം റോബോട്ടിക് സർജറി പ്രിഫർ ചെയ്യാൻ വേറെ എന്തെല്ലാം കാരണങ്ങൾ? പക്ഷെ അതിന് പുറമെ വരുന്നൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ കുറച്ചും കൂടി പെയിൻ കുറവായിട്ടാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ഈ ശിശിരദ്വാരങ്ങൾ കൂടെ നമ്മൾ കിടത്തിവിടുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒരു ഫൾക്രത്തിലാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ അല്ല ബോഡിയുടെ ലെവലിൽ ഉണ്ടാവുന്ന ട്രോമ കുറയുന്ന കാരണം പല സ്റ്റഡീസിലും കാണുന്നത് പെയിൻ മറ്റുള്ള സർജറിക്കാട്ടിലും കുറവാണ്. ഈ പെയിൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടും അവരുടെ റിക്കവറിയും കൂടി കുറച്ചും കൂടി ഫാസ്റ്ററാണ്. അവർക്ക് ഹോസ്പിറ്റലിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ ഡേയ്സ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതാണ് മെയിൻ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം വരുന്നത്. അതുപോലെ ഇതിൻ്റെ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവാണ്? കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ഓപ്പൺ സർജറി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലാണ്. ഇല്ല എന്നുള്ളത് നമ്മൾ പറയില്ല. ബിക്കോസ് ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻസും ഇതിൽ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾസ് നമ്മൾ നോക്കുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ആവും. അങ്ങനെയാണ് അത് കമ്പനി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്പോസിബിൾസിൻ്റെയൊക്കെ കോസ്റ്റ് വരുമ്പോൾ മറ്റുള്ള നമ്മുടെ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ഓപ്പൺ സർജറിയെക്കാട്ടിലും ഇതിൻ്റെ കോസ്റ്റ് കൂടും. പക്ഷേ ഈ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആൾക്ക് ഓപ്പൺ സർജറി ചെയ്തിട്ട് പുള്ളിയുടെ ഡ്യൂറേഷൻ ഔട്ട് ഓഫ് വർക്ക് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതേമാതിരി ഹോസ്പിറ്റലൈസേഷൻ്റെ ഡ്യൂറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പശ്ചിമ രാജ്യങ്ങളിലൊക്കെ ഓരോ ദിവസം ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുമ്പോഴേക്കും നമ്മുടെ കോസ്റ്റ് അതിൻ്റെ കൂടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ പ്രോബബ്ലി ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ബട്ട് സ്റ്റിൽ
ഓപ്പണും ലാപ്രോസ്കോപ്പിയെക്കാട്ടിലും ശകലം കൂടുതലാണ് ഇതിൻ്റെ റേറ്റ്സ്. പിന്നുള്ളത് ഇതിൻ്റെ ഇൻഷുറൻസ് കവറേജ് ആണ്. അത് ഇപ്പോൾ ഗ്രാജ്വലി, ഇതുവരെ അങ്ങനെ ഇൻഷുറൻസ് കവറേജ് അവരൊരു ക്ലോസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്നില്ല. ബട്ട് ഗ്രാജ്വലി ഇൻഷുറൻസ് കമ്പനീസ് റോബോട്ടിക് സർജറിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ ഇൻഷുറൻസ് അനുസരിച്ചിട്ടിരിക്കും, നമ്മൾ ഏത് രീതിയിലത്തെ ഇൻഷുറൻസാണ് എടുത്തത്, അതിൻ്റെ കവറേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ യൂറോളജിയിൽ ഏറ്റവും കൂടുതൽ സർജറികൾ ഏതിലാണ് നടക്കുന്നത് റോബോട്ടിക് സർജറിയിൽ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യൂറോളജിയിൽ കൂടുതൽ നടക്കുന്നത് ഈ പ്രോസ്റ്റേറ്റും കിഡ്നി ക്യാൻസറിൻ്റെ സർജറീസിലാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ വർക്ക് ചെയ്യാനുള്ളൊരു ബെനിഫിറ്റും അതിൻ്റെ മറ്റുള്ള സർജറീസിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസിനെ മറികടക്കാൻ ഈ റോബോട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. ആൻഡ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ കൺട്രോളിൻ്റെ ഇഷ്യൂസും പിന്നെ നമ്മുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ സാധ്യതകളൊക്കെ കുറയ്ക്കാൻ റോബോട്ടിക് സർജറി ഹെൽപ്ഫുള്ളാണ്. കിഡ്നി ക്യാൻസറിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി പാർഷ്യൽ നെഫ്രെക്ടമി എന്ന് പറയുന്നത് കിഡ്നി അവിടെ വെച്ച് നമ്മൾ ട്യൂമർ മാത്രം എടുക്കുന്നത്. പിന്നുള്ളത് നമ്മുടെ ഈ ബ്ലാഡർ ക്യാൻസർ എന്നുള്ളതാണ്. ബ്ലാഡർ ക്യാൻസർ അഡ്വാൻസ് ബ്ലാഡർ ക്യാൻസേഴ്സ് ഉണ്ടാവും. അത് കുറച്ചും കൂടി മൂത്രസഞ്ചിയുടെ ഭിത്തിയിലേക്കോ അല്ലെങ്കിൽ മസിലിലേക്കോ സ്പ്രെഡ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ മൂത്രസഞ്ചി മൊത്തം നീക്കം ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്. അത് നമ്മളൊരു വലിയൊരു മുറിവ് വയറ്റിലിട്ടിട്ട് അടിവയറ്റിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ സർജറിയിൽ നമുക്ക് കുറച്ചും കൂടിയും ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റിൻ്റെ മാതിരി റോബോട്ടിക് സർജറി ഉപയോഗിച്ചിട്ട് ആ മൂത്രസഞ്ചി നീക്കം ചെയ്ത് ഒരു കൃത്രിമമായിട്ട് മൂത്രസഞ്ചിയോ അല്ലെങ്കിൽ ഒരു കോണ്ടിയോ എന്ന് പറയും, അതായത് മൂത്രം ഡൈവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നതിൽ നമ്മൾ ഈ റോബോട്ടിക് സർജറി. പിന്നെ ഉള്ളത് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റിൽ. അതാണ് ഇപ്പോൾ കയറി വരുന്നൊരു ഓപ്പറേഷൻ. അതായത് ഇപ്പോൾ പശ്ചിമ രാജ്യങ്ങളിൽ നമ്മുടെ ഈ പ്രോസ്റ്റേറ്റും ഈ പറഞ്ഞ മൂത്രസഞ്ചി നീക്കം ചെയ്യുന്നതും കിഡ്നി ട്യൂമേഴ്സൊക്കെ കുറച്ച് ഒരു 10-15 വർഷത്തിലായിട്ടുണ്ട്. ഇപ്പം അവർ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്നത് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റിലായിട്ടുള്ളതാണ്. അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഈ കിഡ്നി നമ്മൾ ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന കിഡ്നി ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ട് അത് റോബോട്ടിക് സർജറി രീതിയിൽ ആ രക്തക്കുഴലുകൾ പിന്നെ രക്തക്കുഴലിന് നമ്മുടെ ശരീരത്തിന്റെ രക്തക്കുഴലായി പിടിപ്പിക്കുന്ന ഒക്കെ റോബോട്ടിക് സർജറി ആയിട്ട് നമ്മളത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഒരു ചെറിയൊരു മുറിവിട്ടിട്ട് അതിൽ കിഡ്നി ഉള്ളിലേക്ക് വെക്കും. എന്നിട്ട് ആ മുറിവ് ക്ലോസ് ചെയ്തിട്ട് എന്നിട്ട് അത് മുറിവിൻ്റെ സൈസ് കുറയ്ക്കും. എന്നിട്ട് ആ ഇതുമാതിരി നമ്മളതിനെ പിടിപ്പിക്കും. കിഡ്നി രക്തക്കുഴലൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ രക്തക്കുഴലായിട്ട് പിടിപ്പിക്കുന്നതാണ്. റോബോട്ടിക് സർജറിയുടെ ഒരു തിയേറ്റർ സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് മെഷീൻസ് നമ്മുടെ പുറകിലുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത്, ഏതൊക്കെ മെഷീൻസാണ് എങ്ങനെയാണ് എന്നുള്ളത് സാറ് വിശദമാക്കും. നമുക്ക് നോക്കാം. ഇതൊരു മാസ്റ്റർ സ്ലേവ് കൺസെപ്റ്റാണ്. മാസ്റ്റർ സ്ലേവ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ സർജനാണ്, സ്ലേവ് ഈ റോബോട്ടിനാണ്. അതാണ് അതിൻ്റെ ബേസിക് ഉള്ളത്. അപ്പോൾ ഈ സർജൻ ഇരിക്കുന്ന ഒരു ഇതാണ് ഇത് സർജൻസ് കൺസോളാണ്. ഈ കൺസോളിൽ ആണ് സർജൻ ഇരുന്നിട്ട് നമ്മുടെ ഈ റോബോട്ടിക് ഇൻസ്ട്രുമെൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നതും സർജറി ചെയ്യുന്നതും ഇവിടുന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ കുറേ ഭാഗമുണ്ട്. ഈ ഭാഗത്ത് കൂടെയാണ് സർജൻ ഉള്ളിൽ നോക്കുന്നത്. ഇവിടെ നമുക്ക് 3D വിഷനാണ് ഇത് കൂടെ കാണുന്നത്. ഇവിടെ ഒരു ടച്ച് പാഡ് സ്ക്രീൻ ഉണ്ട്. അതുവഴി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനും അതിൻ്റേതായിട്ടുള്ള കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതാണ് നമ്മുടെ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയാണ് നമ്മൾ ഇതിന് ഉള്ളിലുള്ള ഇൻസ്ട്രുമെൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. താഴെയുള്ളതാണ് ഫുട്ട് പെഡൽസ്. ഈ ഫുട്ട് പെഡൽസിൽ നമ്മൾ ക്യാമറ കൺട്രോൾ ചെയ്യുന്നു. അതേമാതിരി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനെയും കൺട്രോൾ ചെയ്യുന്നു. സെയിം രീതിയിൽ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും അതേമാതിരി തന്നെയാണ് ഇവിടുത്തെ കൺട്രോൾസ് ഉള്ളത്. പേഷ്യൻ്റ് കൺസോളിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ പേഷ്യൻ്റ് കാർട്ട്. സർജൻ കൺസോളിൽ നിന്ന് വരുന്നതാണ് ഈ പേഷ്യൻ്റ് കാർട്ട്. അപ്പോൾ ഈ പേഷ്യൻ്റ് കാർട്ടിലാണ് നമുക്ക് ഉണ്ടാവുന്ന ഈ ആംസ്, ഈ റോബോട്ടിക് ആംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 4 ആംസ് ആണ് ഉണ്ടാവുന്നത്. ഈ 4 ആംസിൽ ഒരു ആമിൽ നമ്മൾ ക്യാമറ വയ്ക്കുന്നു. ഇതിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ വയ്ക്കും. എന്നിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ശിശിരദ്വാരങ്ങൾ കൂടെ, ഇത് 8 മില്ലിമീറ്ററിൻ്റെ സൈസാണ് ഇതിൻ്റെ ഈ പോർട്ട് എന്ന് പറയുമ്പോൾ, അത് കൂടെ ഇത് ഉള്ളിൽ കടത്തി വിടുന്നത്. എന്നിട്ട് ആ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ആ ഇൻസ്ട്രുമെൻസിനെ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ സർജൻ കൺസോളിൽ. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ്
നമ്മൾ ഈ പറയുന്ന മാതിരി 8 മില്ലിമീറ്റർ കൂടെ കിടത്തി വിടുന്നതിൽ ഒരെണ്ണം ക്യാമറയാണ്. പിന്നെ 3 വേറെ വർക്കിംഗ് ആംസ് ആണ് ഉണ്ടാവുന്നത്. ഇത് കൂടാണ്ട് 1-2 അസിസ്റ്റൻറ്റ് ആംസും കൂടി ഉണ്ടാവും. അത് നമ്മുടെ അസിസ്റ്റൻ്റായിട്ട് നമുക്ക് ചില സാധനങ്ങൾ ഉള്ളിൽ, ഇപ്പോൾ ഒരു സ്റ്റിച്ച് ഉള്ളിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കയറ്റി വിടാൻ, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും നീര് വരുന്നുണ്ടെങ്കിൽ അതിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, ഈ എന്തെങ്കിലും ചെറിയൊരു ബ്ലഡ് വരികയാണെന്നുണ്ടെങ്കിൽ, ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് പോർട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പേഷ്യൻ്റ് കാർട്ട് എന്ന് പറയുമ്പോൾ. പേഷ്യൻറ്റിൻ്റെ സൈഡിൽ, ഇതിന് പേഷ്യൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് ഈ ആംസ് നമ്മൾ പേഷ്യൻ്റെ അതിൻ്റെ ത്രൂ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് കയറ്റി വിടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസോളിൽ ഇരുന്നിട്ട് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്. സർജൻസ് കൺസോളിൽ ഇരുന്നിട്ട് സർജൻ ഈ പേഷ്യൻ്റ് കാർട്ടിലെ ഇൻസ്ട്രുമെൻറ്റ്സ് കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇതിൽ അവർക്ക് കാണാനും അസിസ്റ്റ് അസിസ്റ്റ് ചെയ്യുന്നത് അവർ ബെഡ് സൈഡ് തന്നെ അസിസ്റ്റൻസ് ഉണ്ടാവും, നേഴ്സും ഉണ്ടാവും, അസിസ്റ്റൻറ്റ് സേർജൻസും ഉണ്ടാവും. അവർ നമ്മുടെ ഈ ഇൻസ്ട്രുമെൻ്റ് മാറ്റാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുക്കുക അല്ലെങ്കിൽ ക്യാമറയിൽ എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അസിസ്റ്റൻസ് ആണ് അത് അവർ സൈഡിൽ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിന്നിട്ട് അവർ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും നമ്മുടെ ഒരു സ്റ്റിച്ച് എന്തെങ്കിലും ഉള്ളിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ആ സൈഡിൽ ഇരുന്നിട്ട് അതാ ചെയ്യുക. പിന്നെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ആണ് വരുന്നത്. നമ്മുടെ ഒരു 2 കാർഡ്സ് വെക്കും. ഒന്ന് ഇതാണ് ഒരു മോണിറ്ററായിട്ട് ഉണ്ടാവുക. രണ്ടാമത്തെ ഉള്ളത് ഇത് വിഷൻ കാർട്ട് എന്ന് പറയും. ഇതിൽ ഫുൾ നമുക്ക് കാണാൻ പറ്റും. ഇത് 2D വിഷനാണ് ഉണ്ടാവുക. ഇതിൽ നമുക്ക് ഇതിൽ പല ഇൻഫർമേഷനും ഉണ്ടാവും. നമ്മൾ ഉപയോഗിച്ച ഈ ആംസിന് എത്ര ലൈഫ് ബാക്കിയുണ്ട്, എത്ര തവണ ഇനി വീണ്ടും ഉപയോഗിക്കാം. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഇതുമാതിരത്തെ പല ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിൻ്റെ ഒപ്പം വരുന്നതാണ്. അതിൽ ഒന്ന് വരുന്നത് നമ്മൾ ഈ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ റോബോട്ടിക് സർജറിയിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഗ്യാസ് നിറച്ചിട്ടാണ് സ്പേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇൻസഫ്ലേറ്റർ. അതുകൂടാണ്ട് ഉള്ളത് ഇത് നമ്മുടെ കോട്ടറി എന്ന് പറയും. ഉള്ളിൽ നമ്മൾ ഈ എനർജി സോഴ്സാണ്. നമ്മളൊരു ടിഷ്യൂ കട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കരിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഉപയോഗിക്കുന്നതാണ് ഈ കോട്ടറി. ഇത് കൂടാണ്ട് നമ്മൾ ചെയ്യുന്ന സർജറി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും ഇതിൻ്റെ ഒപ്പം വരുന്നതാണ്. എനിവേ, താങ്ക് യു സർ. താങ്ക് യു മാഡം. യൂറോളജിയിൽ റോബോട്ടിക് സർജറി ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നത് നമ്മൾ ഇത്ര വിശദമായി കണ്ടു. ഇനി നമുക്ക് മറ്റു ക്യാൻസർ സർജറികളിൽ റോബോട്ടിക് സർജറിയുടെ സാധ്യത എന്തെല്ലാമെന്ന് നോക്കാം. ക്യാൻസർ സംബന്ധമായ സർജറികളിൽ റോബോട്ടിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ച് പറയാൻ സീനിയർ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുബി നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. ഏതെല്ലാം ക്യാൻസറുകളിലാണ് റോബോട്ടിക് സർജറി ഉപയോഗിക്കുന്നത്? മെയിനായിട്ട് നമുക്ക് വയറിൻ്റെ ഉള്ളിലും നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ക്യാൻസർ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പറയുന്നത് വൻകുടലിൻ്റെ, പിന്നെ മലാശയം അല്ലെങ്കിൽ റെക്റ്റം, പിന്നെ യൂട്രൈൻ ക്യാൻസേഴ്സ്, പിന്നെ ആമാശയത്തിൻ്റെ ക്യാൻസറുകൾ, ലിവർ ക്യാൻസറുകൾ, അതൊക്കെ ചെയ്യാം. ബേസിക്കലി നമുക്ക് മീൻസ് എന്ത് വയറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എന്ത് ക്യാൻസറുകളും നമുക്ക് റോബോട്ടിക് വഴി അറ്റംപ്റ്റ് ചെയ്യാം. ഈ വൻകുടലിലൊക്കെ ചെയ്യാൻ പറ്റും വരുന്ന ക്യാൻസറുകൾക്കൊക്കെ. നമ്മൾ റോബോട്ടിക് വഴി നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആക്ച്വലി വൻകുടൽ, പിന്നെ റെക്റ്റം, അതായത് മലാശയം. ഏറ്റവും കൂടുതൽ മലാശയ ക്യാൻസറുകൾ ഉള്ള ഒരു കാലം കൂടിയാണ് അല്ലേ? അതെ അതെ. പിന്നെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഏരിയ എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ ഉള്ളിൽ, അതായത് ലങ്സിൻ്റെ ക്യാൻസറുകൾ, പിന്നെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബാക്കിയുള്ള മുഴകൾ. അപ്പോൾ അതിനൊക്കെ നമുക്ക് റോബോട്ടിക്സ് യൂസ് ചെയ്യാം. പിന്നെ തൈറോയ്ഡ് സർജറീസിനൊക്കെ ഇപ്പോൾ നെക്കിൽ ആക്ച്വലി ഒരു സ്കാറില്ലാതെ വിധത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ റോബോട്ടിക്സിൻ്റെ സാധ്യത ആക്ച്വലി കുറച്ച് അധികമാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ത്രീകളിലും ഇപ്പോൾ യൂട്രൈൻ ക്യാൻസർ ഒരുപാടുള്ള ഒരു സമയമാണ് അല്ലേ? അതെ അതെ. നമുക്ക് യൂട്രൈൻ ക്യാൻസറിനും ഇപ്പോൾ ആക്ച്വലി നമ്മൾ കീ ഹോൾ വഴിയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ നോർമൽ ലാപ്രോസ്കോപ്പി, അല്ലെങ്കിൽ ഇപ്പോൾ റോബോട്ടിക് സർജറി. ഓപ്പൺ സർജറീസ് ഇപ്പോൾ യൂഷ്വലി വളരെ കുറവാണ് ആക്ച്വലി. ആളുകൾക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം നെഞ്ചിനകത്തുള്ള സർജറികളൊക്കെ ഇപ്പോഴും ആളുകൾക്ക് പേടിയുള്ളതാണ്. ഈ റോബോട്ടിക് സർജറിയിൽ എങ്ങനെയാണ് നെഞ്ചിനകത്ത്? ഓക്കെ, അപ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻസ്, എസ്പെഷ്യലി ലങ് ക്യാൻസർ ഓപ്പറേഷൻസ് എല്ലാം ഈവൻ നമുക്ക് ആക്ച്വലി ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻസിന് അനസ്തീഷ്യ ഡോക്ടേഴ്സ്, അത് കഴിഞ്ഞ് ICU ഡോക്ടേഴ്സ്, ഇവർക്കെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു നൈറ്റ് മെയർ. കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റ് ഭയങ്കര ഹൈ ആണ് ആക്ച്വലി. അപ്പോൾ റോബോട്ടിക്സ് വന്നതോടുകൂടി ഈ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള മേജർ ഓപ്പറേഷൻസിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം വളരെ കുറഞ്ഞു. കാരണം മിക്കവാറും എല്ലാ പേഷ്യൻസിനെയും നമ്മൾ ഒരു നോർമൽ രീതിക്ക് നമുക്ക് ICU സ്റ്റേ കുറച്ചധികം വേണ്ടി വരും. ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ
മീൻസ് ആവശ്യകത കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ റോബോട്ടിക്സ് വന്നുകൂടി നമ്മൾ ഈ ICU സ്റ്റേ, വെന്റിലേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് അതെല്ലാം ഒരുപാട് വ്യത്യാസം വന്നു. അതുപോലെ ഏർലി ഡിസ്ചാർജ്, ഏർലി റിക്കവറി. സാധാരണ ലാപ്രോസ്കോപ്പിക് സർജറിയിലോ അല്ലെങ്കിൽ ചെറിയ മുഴകളൊക്കെ നിൽക്കുന്നതിന് പകരം വലിയ മുഴകളിലേക്ക് വരുന്ന ക്യാൻസറുകൾ ഉണ്ടാവുമല്ലോ. അത്തരം വലിയ മുഴകൾ എങ്ങനെയാണ് ഈ റോബോട്ടിക് സർജറിയിലൂടെ മാറ്റുന്നത്? ഓക്കെ, ഒരു നോർമൽ കീ ഹോൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസറുകളും അതുപോലെ കുറച്ചും കൂടി വലിയ മുഴകളൊക്കെ നമുക്ക് റോബോട്ടിക്സ് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കീ ഹോളിന് ആക്ച്വലി കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ റോബോട്ടിക്സിൽ ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഒരു നന്നായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ വയറിനകത്ത്, വൻകുടലിനകത്ത് ഉണ്ടാവുന്ന ക്യാൻസറിലും നെഞ്ചിനകത്തൊക്കെ ഉണ്ടാവുമ്പം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്ന് പറയും. മറ്റ് സർജറികളിലും ആ കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതകൾ, ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ, അത് ആ രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റോബോട്ടിക് സർജറിയുടെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്? ലേറ്റസ്റ്റ് പഠനങ്ങളനുസരിച്ച് റോബോട്ടിക് സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണ് ആക്ച്വലി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വൻകുടലോ അല്ലെങ്കിൽ മലാശയോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അസുഖം വന്ന ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അതിനെ പറയാം നമ്മൾ അനാസ്റ്റമോസിസ് എന്ന് പറയും. ആ ഇൻറ്റസ്റ്റൈൻസ് അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗത്ത് ചിലപ്പോൾ ലീക്ക് വരാം. അതാണ് അനാസ്റ്റമോട്ടിക് ലീക്ക്. അപ്പോൾ സ്റ്റഡീസൊക്കെ അനുസരിച്ച് ബേസിക്കലി ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് വരുന്ന ലീക്ക് റേറ്റ്സ് ഒക്കെ റോബോട്ടിക്സിൽ വളരെ കുറവാണ് ആക്ച്വലി, കമ്പയർഡ് ടു ഓപ്പൺ സർജറിയും നോർമൽ ലാപ്രോസ്കോപ്പിക് സർജറിയും. ഈ ലങ് ഓപ്പറേഷൻസ് മിക്കവാറും എല്ലാ പേഷ്യൻസും നമ്മളൊരു ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് അന്ന് മിക്കവാറും വെന്റിലേറ്ററിലായിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ആളെ വെന്റിലേറ്ററിൽ വെക്കുന്നവരും അതുമൂലമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം വളരെയധികം. അപ്പോൾ റോബോട്ടിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന ഒട്ടുമിക്ക പേഷ്യൻസിനെ നമുക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും. മിക്കവാറും പേഷ്യൻസിനെ ഒരു ദിവസമൊക്കെ ICUവിൽ വെക്കേണ്ട, ഏറി വന്ന 1-2 ദിവസം. പിന്നെ ഈ ഉള്ള പേഷ്യൻസ് എല്ലാം ജനറലി നമുക്ക് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻസിന് ആക്ച്വലി ഇതൊരു ഒരു വലിയ വരദാനമാണ് ആക്ച്വലി റോബോട്ടിക് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് തൈറോയിഡ് മുഴകൾ. ഇത് റോബോട്ടിക് സർജറി വഴി നീക്കം ചെയ്യാൻ സാധിക്കുമോ? തൈറോയിഡിൻ്റെ അസുഖങ്ങൾ യൂഷ്വലി യങ് ആൾക്കാരിലാണ്, അതായത് ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി ഒരു നെക്കിലൊരു പാട് വരണമെന്നെല്ലാം ഒബ്വിയസായിട്ട് അത് എല്ലാവർക്കും കാണും. അപ്പോൾ റോബോട്ടിക്സിൻ്റെ കേസിൽ നമ്മൾ നോർമൽ കീ ഹോളിനേക്കാളും കുറച്ചും കൂടി വലിയ മുഴകളെല്ലാം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഒരുപാട് വലിയ മുഴകളോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന മുഴകളോ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും നോർമൽ കീ ഹോളിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചും കൂടി വലിയ മുഴകളും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ അന്നനാളം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ശ്വാസം വലിക്കുന്ന ട്യൂബ് അവിടെയെല്ലാം ഒട്ടിയിരിക്കുന്ന മുഴകളും വരെ നമുക്ക് നീക്കം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ വലിയ മുഴകൾ നീക്കം ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നെക്കിലൊരു പാടുണ്ടാവില്ല ആക്ച്വലി. അപ്പോൾ യങ് ആൾക്കാർക്ക് അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. മറ്റ് സർജറികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ബ്ലീഡിങ് എങ്ങനെ ആയിരിക്കും? പൊതുവെ ഈ റോബോട്ടിക് സർജറികളിലെ ബ്ലീഡിങ് മിക്കവാറും എല്ലാവരും ഇപ്പോൾ ഓപ്പൺ സർജറി എന്തായാലും കുറച്ചും കൂടി ബ്ലഡ് ലോസ് ആയിരിക്കും. നോർമൽ കീഹോൾ അതിനേക്കാൾ കുറച്ചും കൂടി കുറവായിരിക്കും. ഇത് രണ്ടിനെയും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ റോബോട്ടിക് ബെറ്ററാണ്, കുറച്ചുകൂടി ബെറ്ററാണ് ആക്ച്വലി. ഇതിന് ഏതെങ്കിലും തരത്തിലൊരു ലിമിറ്റേഷൻസ് ഉണ്ടോ? ഓക്കെ, ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ ഇത് എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ അല്ല. ഈ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് നമ്മൾ ആ ഓപ്പറേഷൻ്റെ സമയത്ത് ഇതിനെല്ലാം നമ്മൾ മെജോറിറ്റി കേസസിന് ഉപയോഗിക്കുന്നത് ആക്ച്വലി ഡിസ്പോസിബിൾ, അതായത് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുകൊണ്ടാണ് എക്സ്പെൻസീവ് വരുന്നത്. പക്ഷേ ആ ഓപ്പറേഷൻ്റെ സമയത്തുള്ള എക്സ്പെൻസീവ് ആണെങ്കിലും ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസം വരുന്നില്ല. കാരണം നമുക്ക് ഈ റോബോട്ടിക് ഓപ്പറേഷൻസിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറച്ച് ബാക്കിയുള്ള ഓപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ ലെസ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഒന്ന് നേരത്തെ ഡിസ്ചാർജ് ആകാം, ഹോസ്പിറ്റൽ സ്റ്റേ കുറവായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് മേക്കപ്പ് ചെയ്യാം. പിന്നെ റിക്കവറി ഭയങ്കര നേരത്തെ ആയിരിക്കാം. നേരത്തെ നമുക്ക് അതായത് നമുക്ക് എന്ത് ജോലിയിലേക്കാണോ നേരത്തെ തന്നെ നമുക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏർലി റിക്കവറി, ഏർലി റിട്ടേൺ ടു വർക്ക്, അപ്പോൾ ഒരു വലിയ ഡിഫറൻസ് വരുന്നില്ല. നമുക്ക് ഇവിടെ ആക്ച്വലി ഉള്ളത് ഡാവിഞ്ചി XI എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോബോട്ടിക് സിസ്റ്റമാണ് ആക്ച്വലി. ഇതും എക്സ്പെൻസീവാണ്.
വളരെയധികം നന്ദി സർ. ഇപ്പോൾ സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സാധാരണ സർജറികളിൽ സർജിക്കൽ സർജറി പറയുമ്പോൾ ഓപ്പൺ സർജറി, കീ ഹോൾ സർജറി എല്ലാം ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് അഡ്വാൻറ്റേജ് ഈ റോബോട്ടിക് സർജറിക്ക് ഉണ്ട് എന്നുള്ളത് ഈ എപ്പിസോഡിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.